عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, അള്ളാഹു നമുക്ക് തന്ന ഏറ്റവും വലിയ സമ്മാനമാണ് ഈ റമദാൻ മാസം. ഇത് വെറുതെ കുറച്ചു നേരം പട്ടിണി ഇരിക്കാനുള്ള മാസമല്ല, പകരം നമ്മുടെ പഴയ ചിത്ത സ്വഭാവങ്ങൾ മാറ്റി നല്ല മനുഷ്യരാകാനുള്ള ട്രെയിനിങ് പീരീഡാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് പ്രതിഫലം പ്രതീക്ഷിച്ച് നോമ്പെടുത്താൽ അവന്റെ മുൻപത്തെ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന്. എത്ര വലിയ ഭാഗ്യമാണിത്! ഒരു റീസെറ്റ് ബട്ടൺ അമർത്തുന്നത് പോലെ നമ്മുടെ ജീവിതം പുതുക്കാൻ അള്ളാഹു നമുക്ക് അവസരം നൽകിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് റമദാൻ ഇത്ര പ്രത്യേകതയുള്ള മാസമായത്? യെസ്, നമ്മുടെ വഴികാട്ടിയായി വിശുദ്ധ ഖുർആൻ അള്ളാഹു ഭൂമിയിലേക്ക് ഇറക്കിയത് ഈ മാസത്തിലാണ്. പിന്നെ ഇരുളിൽ വഴിതെറ്റി നടന്ന മനുഷ്യർക്ക് വെളിച്ചം കിട്ടിയ മാസമാണിത്. പിന്നെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബദർ യുദ്ധം നടന്നതും ഈ മാസത്തിലാണ്. നമ്മളത് ചിന്തിച്ചു നോക്കിയേ, പകലിൽ വെള്ളം കുടിക്കാൻ ദാഹമുണ്ടായിട്ടും ഭക്ഷണം മുന്നിലുണ്ടായിട്ടും നമ്മൾ അത് കഴിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? യെസ്, അള്ളാഹു കാണുന്നുണ്ട് എന്ന് പേടിയുള്ളത് കൊണ്ടാണ്. പക്ഷെ ഇതേ അള്ളാഹു നോക്കുന്നില്ലേ നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയുമ്പോൾ, നമ്മൾ കള്ളം പറയുമ്പോൾ, നമ്മൾ ഫോണിലൂടെ മോശമായത് കാണുമ്പോൾ? ഭക്ഷണവും വെള്ളവും ഒഴിവാക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് നമ്മുടെ മോശമായ സ്വഭാവങ്ങൾ ഒഴിവാക്കുന്നത്. വിശക്കുന്നവന്റെ വേദന എന്താണെന്ന് നമ്മൾ അറിയണം. നമ്മൾ ഇവിടെ സുഖമായി ഇരിക്കുന്നു, അൽഹംദുലില്ലാ. നോമ്പ് തുറക്കാൻ കുറെ നല്ല ഭക്ഷണവും കുടിക്കാൻ തണുത്ത വെള്ളവും നമ്മുടെ മുന്നിലുണ്ട്. പക്ഷെ നമ്മൾ ഒന്ന് കണ്ണു തുറന്നു നോക്കൂ, ഫലസ്തീനിലെ ഗസയിലെ നമ്മുടെ സഹോദരങ്ങളിലേക്ക്. അവിടെ ഒരു കുട്ടി തന്റെ ഉമ്മയോട് ചോദിക്കുന്നുണ്ടാകും, ഉമ്മ, നോമ്പ് തുറക്കാൻ ഇന്ന് എന്താണ് ഉള്ളത് എന്ന്. ആ ഉമ്മയുടെ കയ്യിൽ കൊടുക്കാൻ ഒരു തുള്ളി വെള്ളമോ ഒരു കഷ്ണം കുബൂസോ കാണില്ല. ബോംബുകൾക്ക് നടുവിൽ വീടില്ലാതെ മണ്ണിൽ കിടന്ന് അവർ നോമ്പെടുക്കുകയാണ്. അവർക്ക് ഇത് വെറും ഒരു മാസത്തെ നോമ്പല്ല, മാസങ്ങളായി അവർ പട്ടിണിയിലാണ്. നമ്മളിവിടെ ഒരു നേരം ഭക്ഷണം വൈകുമ്പോൾ പരാതി പറയുന്നു, പക്ഷേ ഗസയിലെ കുഞ്ഞുങ്ങൾ പുല്ലു തിന്നും വിശപ്പടക്കാൻ ശ്രമിക്കുകയാണ്. അള്ളാഹു നമുക്ക് തന്ന ഈ ഭക്ഷണത്തിന്റെ വില നമ്മൾ അറിയണം. നമ്മൾ ഭക്ഷണം പാഴാക്കുമ്പോൾ ഓർക്കുക, ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി ഗസയിലെ കുഞ്ഞുങ്ങൾ കരയുന്നുണ്ടെന്ന്. അതുകൊണ്ട് ഈ റമദാനിൽ നമ്മൾ പട്ടിണി കിടക്കുമ്പോൾ ആ വിശപ്പ് നമ്മെ പഠിപ്പിക്കേണ്ടത് ഗസയിലെ ആ പാവപ്പെട്ട മനുഷ്യരുടെ വേദനയാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്ത ഒരു നിമിഷം പോലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. പിന്നെ ഈ റമദാൻ നമ്മുടെ ജീവിതത്തിൽ അവസാനത്തെ റമദാൻ ആണെന്ന് ബോധത്തോടെ നമുക്ക് ഇബാദത്തുകൾ ചെയ്യാം. നമ്മളൊന്ന് കണ്ണടച്ച് ആലോചിച്ചു നോക്കൂ, ഈ റമദാനിൽ നമ്മളോടൊപ്പം നോമ്പെടുക്കുവാനും പ്രാർത്ഥിക്കുവാനും കൂടെ ഉണ്ടായിരുന്ന എത്രയോ മുഖങ്ങൾ ഇന്ന് മണ്ണടിഞ്ഞു പോയിട്ടുണ്ടാകും. കഴിഞ്ഞ വർഷം നമ്മുടെ കൂടെ ഇഫ്താറിനിരുന്നവർ, പള്ളിയിൽ നമ്മുടെ കൂടെ നിസ്കരിച്ചവർ, അവർ ഇന്ന് ഖബറുകളിലാണ്. അടുത്ത വർഷം ഈ റമദാൻ വരുമ്പോൾ നമ്മൾ എവിടെയായിരിക്കുമോ എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇല്ല. നമ്മൾ നാളെ എഴുന്നേൽക്കുമെന്ന് ഉറപ്പില്ലാത്ത ഈ ലോകത്ത് എന്തിനാണ് ഈ അസൂയ? സ്നേഹിക്കാൻ പോലും സമയം തികയാത്ത ഈ കൊച്ചു ജീവിതത്തിൽ എന്തിനാണ് വെറുപ്പും കൊണ്ട് നമ്മുടെ ഹൃദയം മലിനമാക്കുന്നത്? അതിനു പകരം സ്നേഹം കൊണ്ട് നമുക്ക് ചുറ്റുമുള്ളവരുടെ ജീവിതം പ്രകാശപൂർണമാക്കിക്കൂടെ? പിന്നെ റമദാനിൽ പ്രാർത്ഥിച്ചാൽ അള്ളാഹു അത് തള്ളിക്കളയില്ല. പ്രത്യേകിച്ച് നോമ്പ് തുറക്കാൻ നേരത്തുള്ള പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. ഇതിന്റെ അർത്ഥം, അല്ലാഹുവേ, നീ മാപ്പ് നൽകുന്നവനാണ്, മാപ്പ് നൽകാൻ ഇഷ്ടപ്പെടുന്നവനുമാണ്. അതുകൊണ്ട് എനിക്ക് നീ മാപ്പ് തരണേ. ഇത് ആരും പറയാൻ മറക്കരുത് കേട്ടോ. അള്ളാഹു നമ്മുടെ നോമ്പും പ്രാർത്ഥനകളും സ്വീകരിക്കട്ടെ. ഫലസ്തീനിലെയും ലോകത്തിന്റെ നാനാഭാഗത്തുള്ള പീഡിപ്പിക്കപ്പെടുന്ന വിശ്വാസികൾക്ക് അള്ളാഹു വിജയം നൽകട്ടെ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.